വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയുടെയാണ്. നമുക്ക് എങ്ങനെ വീട്ടിലെ സദ്യയ്ക്ക് കിച്ചടി വെള്ളരിക്ക വെച്ചിട്ട് ഉണ്ടാക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ഷോപ്പിൽ കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് കുക്കുംബറാണ്. നമ്മൾ വലിയ വെള്ളരിക്ക കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തൊലി ചെറുതായിട്ട് ചെത്തി കളയണം നമ്മൾ കിച്ചടിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അകത്തുള്ള അരിയെല്ലാം എടുത്ത് മാറ്റണം. എന്നിട്ട് വീണ്ടും ഇതിന് നല്ല ചെറിയ പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം നീളത്തിന്. ഒരുപാട് നീളമാവരുത്, ഞാൻ എന്താ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. തീരെ കുഞ്ഞും ആവരുത്, കനത്തിനും ആവരുത്, ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ കിച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക അരിയുന്നതെന്ന് എന്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സദ്യക്ക് വാഴയിലയിൽ വിളമ്പുമ്പോൾ അത് കാണാനും ഒരു ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ സൈസിനാണ് കട്ട് ചെയ്യാനായിട്ട്. ഒന്ന് വലുതും ചെറുതുമായി പോകരുത്, എല്ലാം ഒരേ സൈസിനായിരിക്കണം. ഞാനെല്ലാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു കുക്കുംബർ ഫുള്ളായിട്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാനിലോട്ട് ആഡ് ചെയ്യുവാണേ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തേക്കാം. ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാമേ. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറുതായിട്ട് വേണം നിങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞിട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക വേവിക്കുമ്പോൾ അതിലേക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് മാതിരി നമ്മളിത് അരച്ചെടുക്കണം. അപ്പം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളവും കൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ജീരകം ആഡ് ചെയ്യാം. ചിലയിടത്തൊക്കെ ജീരകം ആഡ് ചെയ്യാറുണ്ട്. എനിക്കതിൻ്റെ ആ ഒരു സ്മെല്ല് കിച്ചടിയിൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കടുക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളേ. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ ഇരിക്കും. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. ഇനി ഈ കിച്ചടിയിലേക്ക് വേണ്ടത് കേടാണ്. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ബൗളിൽ ഫുള്ളായിട്ട് കേട് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല കട്ട കേടാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ലിക്വിഡാക്കി എടുക്കുക. വെള്ളരിക്ക അപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരപ്പം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടണം. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു ഇതിൽ നല്ലതൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കേടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടാട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ കേട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ചും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണേ. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്. കേട് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തിളയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കുക. നമ്മൾ കേട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കിച്ചടി ഒന്നും കൂടി കുറുകും കേട്ടോ, ഒന്നും കൂടെ കട്ടിയായി വരും. നമുക്ക് വാഴയിലയിൽ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ് കിച്ചടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളമായി പോകരുത്, നല്ല കട്ടിക്ക് തന്നെ കിച്ചടി എടുക്കുക. ഇനി കിച്ചടിക്ക് വേണ്ടിയിട്ട് ഒന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുകയാണേ. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് വറുത്തെടുക്കുക. മുളകൊന്നും കരിഞ്ഞു പോകരുതേ. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കിച്ചടിയിലേക്ക് കടുക് വറുത്തത് ആഡ് ചെയ്യാവുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ആ മുളക് നമ്മൾ അതിൻ്റെ ആ തണ്ടൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ അത് പൊളന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എണ്ണ കയറിയിട്ട് അതിൻ്റെ കളറ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കടുക് കിച്ചടിയിലേക്ക് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ള കളറ് മാറിപ്പോവും ചിലപ്പോൾ. കിച്ചടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തൈര് എടുക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈര് വേണം എടുക്കാനേ. നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് ഇപ്പം കേട് വെച്ചിട്ടുള്ള എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും അതിൽ കുറച്ച് പുളിപ്പുള്ള കേടാണെങ്കിൽ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. കിച്ചടി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്തേക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.